2025 ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശരിക്കും നമ്മളെയൊക്കെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുവാണോ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മനുഷ്യൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മെൻ്റലിസം, ഹിപ്നോട്ടിസം ഒക്കെ ഉപയോഗിച്ച് മനുഷ്യൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കാദ്യം സ്ട്രെസ് എന്താണെന്ന് നോക്കാം. കാരണം സ്ട്രെസ്സിന് ഇതിൽ വലിയ പങ്കുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഒരു നോർമൽ റിയാക്ഷനാണ് ഈ സ്ട്രെസ് എന്നത്. അതായത് നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്നതോ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴോ കാണുമ്പോഴോ നമ്മുടെ ബ്രെയിനിൽ നിന്ന് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്കുണ്ടാകുന്ന റിയാക്ഷനാണ് ശരിക്കും സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ശരിക്കും മനുഷ്യൻ എപ്പോഴും ഒരു പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റിയിലൂടെയാണ് അവൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഈ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം തന്നെ ശരിക്കും നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡിനോട് നമ്മൾ പ്രശ്നത്തിലാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു സിഗ്നലാണ്. ഉടനെ തന്നെ മൈൻഡ് അതിൻ്റെ ഡിഫോൾട്ട് വർക്കിംഗ് മെക്കാനിസം അനുസരിച്ച് ആ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് സോൾവ് ചെയ്യാനായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ച് അത് സോൾവ് ചെയ്യും. പ്രശ്നത്തിന് എപ്പോൾ പരിഹാരം കിട്ടുന്നോ അപ്പം നമ്മുടെ സ്ട്രെസ്സ് അവിടെ തീരും. പക്ഷേ പ്രശ്നം പരിഹരിക്കുന്നത് വരെ നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രെസ്സിന് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളതാണ് ഫിനാൻഷ്യൽ സ്ട്രെസ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ഓണായി പൈസ കണ്ടുപിടിക്കാനുള്ള വഴി മൈൻഡ് അന്വേഷിച്ച് തുടങ്ങും. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊരു പൈസ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ സ്ട്രെസ് അവിടെ തീരുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിൻ്റെ സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് കഷ്ടപ്പെട്ട് പൈസ നമ്മൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ അടുത്തൊരു മെയിൻ സ്ട്രെസ്സാണ് എക്സാം സ്ട്രെസ്. ശരിക്കും പരീക്ഷ വന്നു കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാവാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഫുൾ A+ വാങ്ങാനായിട്ട് നമ്മുടെ സ്ട്രെസ്സ് ഓണായി നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ശരിക്കും റിസൾട്ട് വരുമ്പോൾ നമുക്ക് A+ കിട്ടി അല്ലെങ്കിൽ നമ്മൾ പാസ്സായാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. ശരിക്കും ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് റിലീസ് ആവുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു മെയിൻ സ്ട്രെസ്സാണ് മെഡിക്കൽ സ്ട്രെസ്. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡൻറ്റോ വന്നാൽ അത് ഒന്ന് പരിഹരിക്കാനായിട്ടുള്ള വഴികൾ മൈൻഡ് ആലോചിച്ച് പോകും. അപ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ്സിലായിരിക്കും. അതേപോലെ തന്നെ നമുക്കത് പരിഹരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ് ശരിക്കും ഈ സ്ട്രെസ്സ് റിലീസ് ചെയ്യുന്നത് കൊണ്ടുള്ളതാണ്. ശരിക്കും ഈ മേളിൽ പറയുന്ന 3 സ്ട്രെസ്സും അത് നമുക്ക് ഒരു മനുഷ്യനെ വിട്ടുകൂടാൻ പറ്റില്ലാത്ത ഒരു സ്ട്രെസ്സാണ്. ശരിക്കും അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ആകുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നതാണ് എത്ര പേർക്കറിയാം. ഒരു സ്ട്രെസ്സിൻ്റെ പഴക്കമനുസരിച്ച് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. അതായത് ഹാപ്പിനെസ്സിൻ്റെ അളവും കൂടുതലായിരിക്കും. ശരിക്കും അപ്പോൾ സ്ട്രെസ്സ് നല്ലതാണോ? അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. നമ്മുടെ മൈൻഡ് ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതാണോ? നമുക്ക് ശരിക്കും ഫ്രീ വിൽ ഉണ്ടോ? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണോ ജീവിക്കുന്നത്? ഇപ്പോൾ സ്ട്രെസ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതായത് നമ്മുടെ മൈൻഡിനൊരു വർക്കിംഗ് പ്രോസസ്സ് ഉണ്ടെന്നും നമ്മുടെ മൈൻഡ് ഡിഫോൾട്ടായിട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും. ശരിക്കും നമ്മുടെ ആ മൈൻഡിൻ്റെ വർക്കിംഗ് പ്രോസസ്സിനെ, ആ ഒരു ഡിഫോൾട്ട് വർക്കിംഗ് പ്രോസസ്സിനെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ബുദ്ധി വളർച്ച തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാവരും സ്കൂളിലേക്ക് അയക്കും. നമ്മുടെയൊക്കെ സ്കൂൾ ജീവിതത്തിൽ ശരിക്കും എക്സാമാണ് ഏറ്റവും വലിയ കാര്യം. എക്സാം വരുമ്പോൾ സ്ട്രെസ്ഡ് ആവാത്ത എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ബോധം വെക്കുന്ന പ്രായം തൊട്ടുള്ള ഒരു 12 വർഷത്തെ സ്കൂൾ ജീവിതവും പിന്നെ ഒരു 5 വർഷത്തെ ഒരു പ്രൊഫഷണൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ജീവിതവും നമ്മുടെ എല്ലാവരുടെ മൈൻഡിനെ സ്ട്രെസ് സോൾവിങ് മെത്തേഡിലൂടെ ട്രെയിൻ ചെയ്തെടുക്കുകയാണോ? ശരിക്കും ഈ സ്ട്രെസ് സോൾവിങ് പ്രോസസ്സ് മനുഷ്യൻ്റെ ഒരു ഡിഫോൾട്ട് മെക്കാനിസം അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രോസസ്സ് ആണെങ്കിലും അതല്ല മൈൻഡിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു യഥാർത്ഥ വഴി. ശരിക്കും നമ്മളായിരിക്കണം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം സ്ട്രെസ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് അത് ആൻസൈറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആൻസൈറ്റി ഇല്ലാത്ത എത്ര പേരുണ്ട്? അതായത് നമ്മുടെ മൈൻഡ് വളരേണ്ട, അതിൽ വികസിക്കേണ്ട സമയത്ത് നമ്മളൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമ്മുടെ ബ്രെയിനിനെ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതുമായിട്ട് യൂസ്ഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശരിക്കും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 12 വർഷത്തെ നമ്മുടെ സ്കൂൾ ജീവിതം ശരിക്കും നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
കാരണം മൈൻഡിന് വേണ്ട ഒരു പ്രോസസ്സിലൂടെ അല്ല ശരിക്കും നമ്മൾ ആ മൈൻഡിനെ ട്രീറ്റ് ചെയ്യിക്കുന്നത്. ശരിക്കും സ്ട്രെസ്സ് ഒരിക്കലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യില്ല. അത് ജസ്റ്റ് നമ്മുടെ പണ്ട് കാലങ്ങളിലായിട്ട് സർവൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നൊരു വർക്കിംഗ് മെക്കാനിസം മാത്രമാണ്. പല ക്ലിനിക്കൽ സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പല കാര്യത്തിൽ സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ആൻസൈറ്റിയിലേക്ക് പോകും, ആൻസൈറ്റിയിൽ നിന്ന് ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യും. ആൻസൈറ്റി നമ്മളെ ഒരിക്കലും ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. നമുക്ക് ശരിക്കും ഈ ആൻസൈറ്റീനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ആൻസൈറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം.